ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഉറപ്പായിട്ട് നിങ്ങൾക്ക് വാക്ക് തരാണ്. ഈ ഒരു ഫേസ് പാക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. കാരണം എനിക്ക് കിട്ടിയ ഒരു റിസൾട്ടിൽ ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരുന്നു. അപ്പോൾ ഞാനിതിൽ മുന്നേ ഏത് ഫേസ് പാക്ക് ഇട്ടാലും ജെനുവിനായിട്ട് നിങ്ങളോട് പറയാറുണ്ട് അതിന് എത്രത്തോളം റിസൾട്ട് ഉണ്ടാവും എന്നുള്ളത്. അപ്പോൾ ഇത് ചിയാ സീഡ് വെച്ചിട്ടുള്ള ഒരു ഫേസ് പാക്കാണ് കേട്ടോ. ഇത് എല്ലാ സൂപ്പർ മാർക്കറ്റിലും നമുക്ക് ചീപ്പായിട്ട് കിട്ടുന്ന ഒരു സാധനമാണ്. നമ്മൾ ഈ വെള്ളം കലക്കാൻ വേണ്ടിയിട്ടെല്ലാം ഉപയോഗിക്കുന്ന ആണ്. അത് മാത്രമല്ല നമ്മൾ വെയിറ്റ് ലോസിനെല്ലാം ഉപയോഗിക്കാറില്ലേ, അത് നമ്മുടെ ഫേസ് പാക്കായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഭയങ്കര നല്ല അടിപൊളി റിസൾട്ടാണ്. നമ്മളെ ഫേസിന് വളരെ നല്ലതാണ് കേട്ടോ ഇത്. അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് നമുക്ക് ഭയങ്കര സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. 1 ടീസ്പൂണ് ഈ ഒരു ചിയാ സീഡ് നമ്മളൊരു ഡ്രൈ ആയ ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. അത്ര മാത്രമേ ആവശ്യമുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ സോക്ക് ചെയ്ത് വെക്കുന്ന സമയത്ത് ഇത് ഡബിളാവും. അപ്പോൾ നമ്മുടെ ഫേസിലേക്കും നെക്കിലേക്കും വേണ്ടിയിട്ടുള്ളൊരളവ് ഇത്ര മാത്രം മതി. അപ്പോൾ ഞാൻ 1 ടീസ്പൂണ് ചിയാ സീഡ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനതൊന്ന് സോക്ക് ചെയ്യാൻ വെക്കുകയാണ് കേട്ടോ. നമ്മളൊരു 4 ടേബിൾ സ്പൂണ് വെള്ളത്തിൽ അതൊന്ന് സോക്ക് ചെയ്ത് വെക്കുക. ഒരുപാടൊന്നും വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ആ ഇട്ടിരിക്കുന്ന ആ ഒരു ഈ ചിയാ സീഡ് കംപ്ലീറ്റ് ഒന്ന് എന്താ പറയുക, വെള്ളത്തിലൊന്ന് മുങ്ങി നിൽക്കണം. ആ ഒരു രീതിക്ക് നമ്മൾ ഇട്ട് വെച്ചതിന് ശേഷം കുറച്ച് സമയം നമുക്ക് മാറ്റി വെക്കാം. കുറച്ച് സമയം എന്ന് പറഞ്ഞാൽ ഒരു അരമണിക്കൂറിൻ്റെ മേലെല്ലാം വെച്ചാൽ നല്ലത്. അപ്പോൾ ഏകദേശം ഒരു അരമണിക്കൂറിന് ശേഷം ഞാനിത് നോക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതൊരു കട്ടിയായിട്ടുണ്ട്. അതായത് ആ ഒരു വെള്ളം തെച്ചോ അത് അബ്സോർബ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കറിയാലോ ചിയാ സീഡിനെ കുറിച്ചിട്ട് അറിയാമല്ലോ. അപ്പോൾ അത് കംപ്ലീറ്റ് അബ്സോർബ് ചെയ്തിട്ടുണ്ടാവും. ഇനി ഇതിലേക്കാണ് നമ്മുടെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ആഡ് ചെയ്തിട്ടുള്ളത്. അതിൽ മുന്നേ നമുക്ക് ഇതൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായി അടിച്ചെടുക്കണം. പിന്നെ ഇത് ഞാനിപ്പോൾ ഇത് അടിച്ചെടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിലേക്ക് ഞാൻ തൈര് ആഡ് ചെയ്തിട്ടാണ് ഞാനിത് അടിച്ചെടുക്കുന്നത്. പക്ഷേ നിങ്ങൾ ഇത് തൈരൊന്നും ആഡ് ചെയ്യാണ്ട് ജസ്റ്റ് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തതിന് ശേഷം ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യാനുസരണം എപ്പോൾ വേണമെങ്കിലും ഈ ഒരു പാക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പറ്റും. ഇനിയിപ്പോൾ തൈര് ഇട്ടിട്ട് തന്നെ അടിച്ചെടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അതൊരു 10 ദിവസം നല്ല എയർ ടൈറ്റ് കണ്ടെയ്നറിൽ വെച്ചാൽ വീണ്ടും യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ ഞാനിതൊരു മിക്സിയുടെ ജാറിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം 1 ടേബിൾ സ്പൂൺ തൈര് ഇട്ടിട്ടാണ് ഞാനിത് മിക്സ് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് പാൽ ഉപയോഗിച്ചിട്ടും തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പറ്റും. രണ്ടിനും നല്ല റിസൾട്ടാണ്. ചിലർക്ക് ഫേസിൽ തൈര് പറ്റാത്തവരുണ്ടാവും, അവർക്ക് പാൽ യൂസ് ചെയ്യുക. ഇനി പാൽ പറ്റാത്തവരാണെങ്കിൽ തൈര് യൂസ് ചെയ്യുക. ഇത് നന്നായി അടിച്ചെടുത്ത് കൊണ്ടുവരാം. അപ്പോൾ ഞാനിത് നന്നായി അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇതുണ്ടല്ലോ, ഇത് അടിച്ചെടുത്ത് കൊണ്ടുവന്നാൽ ഒരുമാതിരി പശ പോലെയാണ് ഉണ്ടാകുക. അത് നമ്മുടെ കയ്യിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ ഈ ചക്കപ്പശ പോലെ ഇങ്ങനെ പറ്റി കളിക്കും. ഒരു വല്ലാത്തൊരു ഡിസ്റ്റർബൻസ് ആണ് ഉണ്ടാകുക. ശരിക്കും പറഞ്ഞാൽ നമുക്ക് നല്ല സാധാരണ ഫേസ് പാക്ക് ഇടുന്ന പോലെ നല്ല സ്മൂത്തായിട്ട് അത് അങ്ങോട്ടേക്ക് തേക്കാനൊന്നും പറ്റില്ല. ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഫേസ് പാക്കല്ല, ഫേസ് മാസ്ക് എന്ന് വേണമെങ്കിലാണ് പറയേണ്ടത്. ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് പേർക്ക് ഈ ഒരു മാസ്കിനെ കുറിച്ച് അറിയായിരിക്കും. സത്യമായിട്ട് ഒരു നല്ലൊരു ഫേസ് പാക്കാണ് ഇത്. നിങ്ങൾ ഇത് യൂസ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് മനസ്സിലാവും എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. അങ്ങനെ ഒരു സൈഡ് എഫക്റ്റ് വരുന്നത് എനിക്ക് തോന്നുന്നുമില്ല. ഇത് ചിയാ സീഡ് നല്ലൊരു തണുപ്പാണ് ശരിക്കും പറഞ്ഞാൽ. നമ്മളിത് വയറ്റിലേക്ക് കുടിച്ചാലെല്ലാം നല്ലതാണ്. അപ്പോൾ ഇത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ കയ്യിലേക്ക് ഇതേപോലെ ചെയ്യുന്നേരം ഇതിങ്ങനെ വലിഞ്ഞ് കളിക്കുകയാണ് ചെയ്യുക. അപ്പോൾ നമ്മളിത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പാക്ക് നമ്മൾ ഒട്ടിച്ച് വെക്കുകയാണ് ചെയ്യേണ്ടത്. നമ്മൾ ഈ ഒരു പാക്ക് എടുത്തിട്ട് നമ്മുടെ മുഖത്തേക്ക് ഇങ്ങനെ ഒട്ടിച്ച് വെക്കുകയാണ് ചെയ്യേണ്ടത്. അല്ലാണ്ട് ഇങ്ങനെ മസാജ് ചെയ്താൽ ഇതുപോലെ ഇങ്ങനെ വലിഞ്ഞ് കളിക്കുകയുള്ളൂ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത്. നമ്മളിങ്ങനെ മെല്ലെ ഇതേപോലെ ഇങ്ങനെ മെല്ലെ ഒട്ടിച്ച് കൊടുക്കുക. അതായത് നമ്മളെ ഫേസ് നന്നായി കഴുകിയതിന് ശേഷമാണ് കേട്ടോ. ഇതുപോലെ ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. കംപ്ലീറ്റ് മുഖം, ഫേസ്, അതുപോലെ നെക്കിൽ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ നെക്കിലെല്ലാം കംപ്ലീറ്റ് ഇതിങ്ങനെ നല്ലവണ്ണം ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. പിന്നെ ഇത് ഡ്രൈ ആകുക എന്ന് പറഞ്ഞാൽ സാധാരണ ഫേസ് പാക്ക് ഇടുന്ന പോലെ നല്ല എന്താ പറയുക ഡ്രൈ ആയിട്ട് വരുമൊന്നുമില്ല. അതായത് വലിഞ്ഞു പിടിച്ച് ഡ്രൈ ആയിട്ട് വരുന്ന രീതിക്കൊന്നും ഇത് ഡ്രൈ ആവില്ല. കാരണം ഇത് അങ്ങനെ ഒരു സാധനമാണ്. ഒരുമാതിരി പശ ഒരിക്കലും അങ്ങനെ അങ്ങ് ഡ്രൈ ആവില്ലല്ലോ. അതുപോലെയാണ് ഇത് പക്ഷേ നമ്മളൊരു 25 മിനിറ്റ്സ് നമ്മളെ മുഖത്ത് വെക്കുക. അങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്. ഇത് മാസ്ക് രൂപത്തിൽ നമ്മളെ മുഖത്തേക്ക് ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം ഒട്ടിച്ചു കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇത് ഈ ചെയ്യുന്നത് പോലെ കംപ്ലീറ്റ് നമ്മുടെ സ്കിന്ന് പുറത്തേക്ക് കാണാത്ത രീതിയിൽ കംപ്ലീറ്റ് ഒന്ന് ചെയ്തു കൊടുക്കുക. ഞാനിത് വലിച്ചു നീട്ടി പറയുന്നതെന്ന് വിചാരിക്കരുത്, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളിത് തയ്യാറാക്കിയിട്ട് ഇതെന്താ ഇങ്ങനെ ഫേസിൽ നിൽക്കാത്തതെന്ന് വിചാരിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അതങ്ങനെ തന്നെയാണ് ഉണ്ടാകുക. മാസ്ക് പോലെ ഇതിപ്പം കണ്ടോ, ഞാനിതാ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കൈമേൽ കംപ്ലീറ്റ്. ഇതുപോലെ നിങ്ങൾ മുഖത്ത് ചെയ്യുക. അതിനുശേഷം ഒരു 25 മിനിറ്റ് നമ്മൾ ഇതേപോലെ ഒന്ന് വെക്കുക. ഇത് ഡ്രൈ ആയിട്ട് വരുമൊന്നുമില്ല, ജസ്റ്റ് ഡ്രൈ ആവാൻ മാത്രമേ ചെയ്യൂ.
അപ്പോൾ ഇത് 25 മിനിറ്റിന് ശേഷം ഞാൻ നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഏകദേശം ഒന്ന് ചെറുങ്ങനെ നമ്മൾ അപ്ലൈ ചെയ്ത പോലെയല്ല, അതിനേക്കാളും ഒന്നൊരു ഡ്രൈ ആയ പോലെ ഉണ്ടാവും. എന്നാലും നമ്മൾ സാധാരണ ചെയ്തെടുക്കുന്ന പോലത്തെ ഒരു ഡ്രൈനെസ് ഒന്നും ഉണ്ടാവില്ല. ഇത് ഇതേപോലെ ഇങ്ങനെ അങ്ങ് റിമൂവ് ചെയ്തെടുക്കുക. അപ്പം തന്നെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും അതിൻ്റെ ഉള്ളിൽ വന്നിരിക്കുന്ന ആ ഒരു ഗ്ലോ. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ഒരു മാസ്ക് നമുക്ക് ആഴ്ചയിൽ 2 പ്രാവശ്യം യൂസ് ചെയ്താൽ നിങ്ങൾക്ക് അതായത് പെർമനൻ്റ് ആയിട്ടുള്ള ഒരു കളറ്, അതേപോലെ സോഫ്റ്റ്നെസ്, അതുപോലെ നമ്മുടെ മുഖത്ത് വന്നിരിക്കുന്ന ചുളിവുകൾ മാറാൻ എല്ലാം സഹായിക്കും. വളരെ നല്ല സാധനമാണ്. അതായത് ചെറുപ്പം നിലനിർത്താൻ ആഗ്രഹിക്കുന്നവരാ നിങ്ങളെങ്കിൽ ഈ ഒരു ഫേസ് പാക്ക് നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും. അതേപോലെ തന്നെ ഒരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ കിട്ടാൻ, പെട്ടെന്നുള്ള പാർട്ടികളിലെല്ലാം നമുക്കൊരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന നല്ലൊരു ഫേസ് പാക്കാണ്. അപ്പം ഞാനിത് മുഖത്ത് എന്തുകൊണ്ടൊരു ഫേസ് പാക്ക് മുഖത്ത് അപ്ലൈ ചെയ്യുന്നില്ല എന്നുള്ള ഒരുപാട് പേരുടെ ഡൗട്ട്സ് ഉണ്ട്. ഞാൻ ഇന്ന് വരെ ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് വീഡിയോ ചെയ്തിട്ടില്ല എന്ന് ഞാൻ ഒരുപാട് വീഡിയോസിൽ പറഞ്ഞു. അല്ലാതെ നിങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നിങ്ങളെ ഫേസിന് എന്തെങ്കിലും ഒരു ദോഷം വരാൻ വേണ്ടിയിട്ടോ ഒരിക്കലും ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്യില്ല. ഞാനത് ഫേസിലിട്ടിട്ട് എനിക്ക് ഒരു പ്രോബ്ലം ഇല്ല എന്ന് കണ്ടാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യൂ. അപ്പോൾ വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ ആരെയും നിർബന്ധിക്കുന്നില്ല. കാരണം എല്ലാവർക്കും ആരോഗ്യത്തിൻ്റെയും അതുപോലെ ഫേസിൻ്റെ കാര്യത്തിലെല്ലാം ടെൻഷൻ ഉണ്ടാവും. അപ്പോൾ ആരെയും ഞാൻ നിർബന്ധിക്കുന്നില്ല. പക്ഷേ ഞാൻ ജെനുവിനായിട്ട് പറയുകയാണ്, ഇത് നല്ലൊരു ഫേസ് പാക്കാണ്. ഇതിനെക്കൊണ്ട് പ്രത്യേകിച്ച് ഒരു ദോഷവും വരാനില്ല. എനിക്ക് കിട്ടിയ ഒരു റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ കൈയിൻ്റെ സ്കിന്നും അതേപോലെ തന്നെ നമ്മുടെ ഫേസിലെ സ്കിന്നും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. കൈയിൻ്റെ സ്കിന്നിനേക്കാളും കുറച്ചും കൂടി സോഫ്റ്റ് ആയിരിക്കും നമ്മുടെ മുഖത്തുള്ള സ്കിന്ന്. അപ്പോൾ ഈ കൈക്ക് എനിക്ക് കിട്ടിയതിനേക്കാളും ഡബിൾ റിസൾട്ട് എൻ്റെ മുഖത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മുഖം നല്ല സോഫ്റ്റ് ആവാനും പെട്ടെന്നൊരു ബ്രൈറ്റ്നസ് കിട്ടാനും സഹായിക്കുന്ന ഒന്നാണ്. നല്ല സോഫ്റ്റ് ആവും. അതുപോലെ തന്നെ നല്ല കളറും തിളക്കവും എല്ലാം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മുഖത്തുണ്ടാകുന്ന ചുളിവുകൾ മാറാൻ ഇത് ആഴ്ചയിൽ 2 പ്രാവശ്യം യൂസ് ചെയ്താൽ കണ്ടിന്യൂസ് അങ്ങനെ ഒരു 1-2 മാസം ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഫേസിന് തന്നെ പെർമനൻറ്റ് റിസൾട്ടാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാനിത് 2 മാസമൊന്നും യൂസ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് അതിനെക്കുറിച്ചിട്ട് അറിയില്ല. എങ്കിലും കേട്ടെടുത്തോളം ഞാൻ അറിഞ്ഞ ഈ ഒരു ഫേസ് പാക്കിന് അങ്ങനെ ഒരു മെറിറ്റ് ഉണ്ട്. അപ്പോൾ ഞാനിത് ആദ്യം ഒന്ന് പറിച്ചെടുത്തതിന് ശേഷം ഒന്ന് കഴുകിക്കളിയാണ്. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഇത് നമ്മുടെ ചക്കപ്പശ പോലെ ഒട്ടിക്കളിക്കുന്ന സംഭവമൊന്നുമല്ല. ഇങ്ങനെ വലിഞ്ഞ് കളിക്കുമെങ്കിലും അങ്ങനെ അപ്പാട് പറ്റിക്കളിക്കുന്ന ഒരു സാധനമല്ല. ഇത് ഒരു വലിഞ്ഞ് കളിക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ അത് ആദ്യം ഒന്ന് റിമൂവ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് വെള്ളത്തിൽ കഴുകിക്കളയാം. എല്ലാം റിമൂവ് ചെയ്യാണ്ട് നമുക്ക് ഡയറക്റ്റ് വെള്ളത്തിൽ കഴുകുമ്പോൾ കുറച്ച് ഇടങ്ങാറാണ് ഇത് കഴുകിയെടുക്കാൻ വേണ്ടി. നിങ്ങൾക്കിത് ക്യാമറയിൽ എത്രത്തോളം ക്ലിയർ ആകുന്നുണ്ട് അറിയില്ല കേട്ടോ. ഞാൻ ആ തേച്ച ഭാഗം നിങ്ങൾ കണ്ടതാണല്ലോ, ആ തേച്ച ഭാഗത്തിൻ്റെ കുറച്ച് ബാക്കിലോട്ടേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിന് വന്നിരിക്കുന്ന ഡിഫറൻസ്. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്, നല്ല എന്താ പറയുക, ഞാൻ അത്യാവശ്യം നല്ല കളർ തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. പക്ഷേ ക്യാമറയിൽ അത്ര ക്ലിയർ ഇല്ല. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഫേസിൽ ഇതിലും നല്ല റിസൾട്ടാണ് കിട്ടുന്നത്. നിങ്ങൾക്കിത് ധൈര്യമായിട്ട് ചെയ്യാം. ഒന്നുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട, ധൈര്യമായിട്ട് ചെയ്യുക. ചിയാ സീഡ് ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് ചെയ്യാം. ഞാൻ ഒരു ഫേസ് പാക്ക് ഇങ്ങനെ റെക്കമെൻഡ് ചെയ്യാറില്ല. പക്ഷേ ഇതിൽ മുന്നേ ഞാനൊരു വീറ്റിൻ്റെ ഫേസ് പാക്ക് ഇട്ടിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചെയ്ത ഫേസ് പാക്കുകളിൽ ഞാൻ ഏറ്റവും സാറ്റിസ്ഫൈഡ് ആയ 2 ഫേസ് പാക്ക് ഇത് രണ്ടുമാണ്. അതുപോലെ തന്നെ കോഫീൻ്റെ എല്ലാം ഫേസ് പാക്ക് നല്ലതൊക്കെ തന്നെയാണ്. ഇട്ട ഫേസ് പാക്ക് എല്ലാം ഏകദേശം നല്ലതാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു നമുക്ക് പെട്ടെന്ന് കുറച്ചും കൂടി നല്ല ഗ്ലോ കിട്ടാൻ സഹായിക്കുന്ന ഒരു ഫേസ് പാക്ക് ഇത്, അതുപോലെ വീറ്റ്, അതുപോലെ നമ്മുടെ കോഫീൻ്റെ എല്ലാം നല്ലതാണ്. അപ്പോൾ ഇത് 2 കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. എൻ്റെ 2 കൈയും തമ്മിൽ കാണുന്നേരം നിങ്ങൾക്ക് ഡിഫറൻസ് മനസ്സിലാകുന്നുണ്ടാവും. ഒന്നൊരു റെഡിഷ് വൈറ്റ് ആയതുപോലെ ഉണ്ട്, അതേപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇട്ട ഭാഗവും ഇടാത്ത ഭാഗവും ആ സെയിം കൈ തന്നെ നോക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഡിഫറൻസ് മനസ്സിലാകുന്നുണ്ടാവും. പക്ഷേ ക്യാമറയിൽ നമ്മൾ നേരിട്ട് കാണുന്ന അത്ര ക്ലിയർ ഉണ്ടാവില്ല. എൻ്റെ ഈ ഒരു കൈ എൻ്റെ വലത്തെ കൈ കുറച്ച് കൂടി ഡാർക്കായിട്ടാണുള്ളത്. മറ്റേത് കുറച്ചും കൂടി നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്, നല്ല കളർ വന്നിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ഫേസ് പാക്കാണ് ഇത്. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റിലൂടെ വന്ന് അറിയിക്കണം. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള വീഡിയോസ് കാണാൻ ഇഷ്ടപ്പെടുന്നവരാ നിങ്ങളെങ്കിൽ ദയവേതൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.